വെൽക്കം ടു മൈ ചാനൽ. വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദക്ഷിണ ഇന്ത്യക്കാരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത്. വാഴയിലയിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ആ ആഹാരത്തിന് നമുക്ക് കഴിക്കുന്നതിൽ കൂടി ലഭിക്കുന്നത്. സദ്യകളിലൊക്കെ വാഴയില ആണ് ഉപയോഗിച്ചിരുന്നത്. വാഴയിലയിൽ ധാരാളമായിട്ട് പോളിഫെനോൾ എന്ന സംയുക്തം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് ചൂടുള്ള ആഹാരം വാഴയിലയിൽ വിളമ്പി അത് കഴിക്കുന്നതോടൊപ്പം നമ്മളെ ശരീരത്തിനുള്ളിൽ ഈ സംയുക്തം ആഗിരണം ചെയ്ത് ശരീരത്തിനുള്ളിൽ എത്തുകയും അത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളുമായിട്ട് പ്രവർത്തിച്ച് പല രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വാഴയിലയിൽ ഭക്ഷണം കഴിക്കണമെന്ന് പഴമക്കാർ പറയുന്നത്. ശാസ്ത്രം ഇത്ര വളർന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാം മനസ്സിലാക്കിയത്. പണ്ടുള്ള ആൾക്കാർ ശാസ്ത്രം വളരുന്നതിന് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നു എന്ന് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ പാർക്കിൻസൺസ് രോഗത്തെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻസൈമാണ് പോളിഫെനോൽ. ആ പോളിഫെനോലും ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ട് ഈ വാഴയിലയിൽ ഉണ്ട്. അപ്പം ഭക്ഷണം നമ്മൾ ആഹാരം ചെയ്ത് ഇതിൽ കൂടി കഴിച്ചു കഴിയുമ്പോൾ അതെല്ലാം നമ്മളെ ശരീരത്തിൽ എത്തുകയും പല രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള ഒരു ഗുണവും ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതിദത്ത ആൻറ്റിബാക്ടീരിയലാണ് വാഴയില. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഭക്ഷണപദാർത്ഥങ്ങൾ വാഴയിലയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ മണിക്കൂറോളം കേടുകൂടാതെ ഇരിക്കുന്നത്. അന്ന് വാഴയില വാട്ടി അതിൽ ആയിരുന്നു ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്ന് റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലിലും എല്ലാം ഭക്ഷണപദാർത്ഥങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലാണ് കിട്ടുന്നത്. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ ചൂടുള്ള ഭക്ഷണപദാർത്ഥം വിളമ്പി തരുമ്പോൾ അതിൽ പ്ലാസ്റ്റിക്കിലുള്ള പല ഘടകങ്ങളും ഈ ഭക്ഷണത്തിൽ കൂടി നമ്മുടെ ശരീരത്തിനുള്ളിൽ പല അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും അതിനൊരു അറുതി വരുത്തേണ്ടതാണ്. ഹോട്ടലിലും റെസ്റ്റോറൻറ്റുകളിലും ഇതുപോലെ വാഴയിലയിൽ ഭക്ഷണം വിളമ്പി കിട്ടുന്ന ഒരു കാലഘട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രകൃതിക്ക് യാതൊരു രീതിയിലുള്ള മാലിന്യ സാധ്യത ഉണ്ടാക്കാത്ത ഒന്നാണ് വാഴയില. അതുകൊണ്ട് എല്ലാവരും വാഴയിലയിൽ ഭക്ഷണം കഴിക്കുക. വീട്ടിലൊരു വാഴ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ വാഴയിലയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാഴയില ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അതുപോലെ ദഹനശേഷി കൂട്ടുന്നുണ്ട്. നല്ല രുചി, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വാഴയിലയിൽ ഭക്ഷണം കഴിക്കുക. ഇതുപോലുള്ള ഔഷധ ഗുണങ്ങൾ നമുക്ക് ലഭിച്ച് നമുക്ക് അസുഖങ്ങൾ വരാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുക. പ്രകൃതിദത്ത ആൻറ്റിബാക്ടീരിയലാണ് ഈ വാഴയില. വാഴയിലയിൽ ആൻറ്റി മൈക്രോബയൽ കവചമുണ്ട്. അതുപോലെ തന്നെ ഈ എൻസൈമോ അതുപോലുള്ള സംയുക്തങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചൂടുള്ള ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേക രുചി അനുഭവിക്കുകയും അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്തു. പഴയ ആൾക്കാർ ഇതുപോലുള്ള വാഴയിലയിലായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അവർക്ക് യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. തീർച്ചയായിട്ടും സർക്കാർ തലത്തിലാണെങ്കിൽ പോലും വാഴയില പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം കൊണ്ടുവരണം. ഇന്ന് പേപ്പർ വാഴയിലയിലാണ് പലയിടത്തും സദ്യ പോലും വിളമ്പുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെയുള്ള പേപ്പർ വാഴയിലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങിലേക്ക്, അതുപോലെ പേപ്പർ ഗ്ലാസുകളിൽ വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെ ദോഷകരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളെ ബന്ധപ്പെട്ടവർക്കും ഒക്കെ അയച്ചു കൊടുക്കുക. നമ്മളെ സമൂഹത്തെ പ്ലാസ്റ്റിക്കിൽ നിന്ന് വിമുക്തമാക്കാനായിട്ടും അതോടൊപ്പം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കാനായിട്ടും നമുക്ക് സാധിക്കും. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക, പകരം പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആഹാരം കഴിക്കുക എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.